ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിന്റെ വരാതിരിക്കുന്ന നല്ലൊരു അടിപൊളി ഭാഗത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അങ്ങനെ അഭിയെയും ജലജയും നിലയ്ക്ക് നിർത്താനും മാത്രമല്ല അനാമികയും വീട്ടുകാരും ചെയ്യുന്ന കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കാനും വേണ്ടി പത്രമാറ്റിലൊരു പുതിയ കഥാപാത്രം എത്തിയിരിക്കുകയാണ് ദേവൻ. ജലജയുടെ ഭർത്താവാണ് ഈ ദേവൻ. വർഷങ്ങൾക്ക് ശേഷം തന്റെ ഭർത്താവിനെ കാണുന്നതും ജലജ ശരിക്കും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ ദേവനെ ഇങ്ങനെ കൊണ്ടുവന്നതിന് പിന്നിൽ നമ്മുടെ നയനയും നന്ദുവും ഒക്കെയാണ് കേട്ടോ. അഭിയെയും ജലജയും നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട് നയനയും നന്ദുവാണ് ദേവനെ കണ്ടുപിടിച്ചുകൊണ്ട് വരുന്നത്. ദേവനാണെങ്കിൽ ആദ്യം ഒന്നും വരാൻ കൂട്ടാക്കിയിരുന്നില്ല. കാരണം ജലജയെപ്പോലെ ഒരാളുടെ കൂടെ ജീവിച്ച് മടുത്തിട്ടാണ്. ജലജ പറഞ്ഞ വഴികളിലൂടെയെല്ലാം തനിക്ക് നടക്കാൻ പറ്റില്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ദേവൻ ജലജയെ വിട്ടു പോയിരുന്നത്. ജലജയുടെ മനസ്സിലിരിപ്പെന്ന് വെച്ചാൽ അവിടുത്തെ സ്വത്തുക്കൾ, അനന്തപുരിയിലെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി തന്നെ അനന്തമൂർത്തി സാറിനെ പോലെ വലിയൊരാളെ ദത്തെടുത്ത് വളർത്തിയതാണെന്ന് പോലും ഓർക്കാതെ സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി അവരെല്ലാം അടിച്ചു പുറത്താക്കാനായിരുന്നു ജലജയുടെ ഉദ്ദേശം. അതിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് താൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതെന്ന് പറയുകയാണ് ദേവൻ നയനയോടും നന്ദുവിനോടും. എന്നാൽ ഇതൊക്കെ കേട്ടിട്ടും നയനയും നന്ദുവും അപേക്ഷിക്കുന്നുണ്ട് ദേവനോട്, പ്ലീസ് അങ്കിൾ അവിടേക്ക് തിരിച്ചു വരണം, എന്നാലേ എൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവുള്ളൂ. ജലജ അഭിയെ വളർത്തിയത് വളരെ മോശമായിട്ടാണ്. മകന്റെ പോക്കും ഇപ്പൊ ആ രീതിയിലൊക്കെ തന്നെ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ ചേച്ചിക്ക് ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞും വളരെ കഷ്ടത്തിലായിരിക്കും. അങ്കിളിപ്പോൾ വലിയ നിലയിലല്ലേ, വലിയ സ്ഥാപനങ്ങളുടെയൊക്കെ ഉടമയല്ലേ. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി പണമുണ്ടെന്നറിഞ്ഞാൽ അമ്മയും മോനും ഒക്കെ നിങ്ങൾക്ക് താഴെ നിൽക്കും. അവർ നിങ്ങളെ അംഗീകരിക്കും. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്കിൾ അവിടെ? നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ജലജയെന്ന് പറയുന്നവരെ മെരുക്കാൻ അവിടെ ആർക്കും കഴിയുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ കുറച്ച് തൻ്റെ ഇടം കാണിച്ചാൽ അവർ ചിലപ്പോൾ ശരിയായെന്നിരിക്കും. അതുകൊണ്ട് സ്വന്തം മോനെയും മരുമകളെയും ഓർത്തെങ്കിലും നിങ്ങൾ അങ്ങോട്ട് വരണമെന്ന് നയനയും നന്ദുവും കൂടെ അപേക്ഷിക്കുകയാണ് കേട്ടോ ദേവനോട്. ഒടുവിൽ ദേവൻ വരാമെന്ന് തന്നെ സമ്മതിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം നല്ല ബെൻസ് കാറിലൊക്കെ ദേവൻ അങ്ങോട്ട് വന്ന് ഇറങ്ങുകയാണ് അനന്തപുരിയുടെ മുറ്റത്ത്. കാറിൽ നിന്ന് ഇറങ്ങിയ ആളെ കണ്ടതും ജലജയൊക്കെ അങ്ങ് ആകെ ഷോക്കാവുന്നുണ്ട്. ദേവനാണെങ്കിലും ജലജയെ കണ്ട് ഒരു നിമിഷം അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. രണ്ടുപേരും ഒരു നിമിഷം പരസ്പരം നോക്കി നിൽക്കുകയാണ് ചെയ്യുന്നത്. ദേവനെ കാണുന്നതും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശൻ ദേവനെ കണ്ടിട്ട്, ആഹാ ഇതാര് ദേവനോ? ഇത് വലിയ സർപ്രൈസ് ആയല്ലോ, എവിടെയായിരുന്നു ഇത്രയും കാലം? അപ്പൊ ദേവൻ പറയും, ഇവിടേക്ക് വരണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല, പക്ഷെ ഇപ്പോൾ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. എന്റെ മോന്റെ ജീവിതമാണല്ലോ ഒരുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ജലജയെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ജലജയ്ക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെയാണ് പറയുന്നതെന്ന്. ജലജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ദേവനോടായിട്ട് പറയാണ്, എന്ത് നിങ്ങളുടെ മോനോ? നിങ്ങൾക്ക് എവിടുന്ന് മകനുണ്ടായി? 10-20 വർഷമായിട്ട് നിങ്ങൾ ഈ ഭാഗത്തേ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മകനെന്നും പറഞ്ഞു വരാൻ നിങ്ങൾക്ക് നാണമില്ലേ മനുഷ്യ? എന്നാൽ ദേവനാണെങ്കിലും നല്ല മറുപടി കൊടുക്കുന്നുണ്ട്. അന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോയ ആ പാവം ദേവനല്ല ഞാനിപ്പോ തിരികെ വന്നിട്ടുള്ളതേ നിന്റെ നെറുകേടിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ടാ. നീ എന്നെ അന്ന് ഇറക്കി വിട്ടതല്ലേ. പക്ഷെ ഇപ്പോഴത്തെ എന്റെ പവർ എന്താണെന്ന് നിനക്ക് അറിയുമെന്ന് ദേവൻ ചോദിക്കുമ്പോൾ ജലജയാണെങ്കിലും ഒരു നിമിഷം മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. വലിയ ബെൻസ് കാറിലൊക്കെ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും കോടിക്കണക്കിന് സ്വത്തിന്റെ ഉടമയായിരിക്കും ഇയാള്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് കുറച്ച് താഴ്ന്നു കൊടുക്കുന്നതില് തെറ്റൊന്നുമില്ല. അങ്ങനെ ദേവൻ പറയുന്നതെല്ലാം കേട്ട് എതിരൊന്നും പറയാതെ തല കുനിച്ച് മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ ജലജ. ശേഷം ജലജ തീരുമാനിക്കുന്നുണ്ട്, തന്റെ ഭർത്താവ് ഇപ്പോ ആ പഴയ ദേവനല്ല, കോടീശ്വരനാണ്, കോടീശ്വരൻ. ഇനി ഇയാളെ കൊണ്ട് തന്റെ മകൻ ഒരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ ഇയാളെ കൂടെ കൂട്ടിയേ മതിയാവൂ. അതേസമയം ദേവനാണെങ്കിൽ മൂർത്തിമുത്തച്ഛനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, ഒരിക്കലും നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ച് പോയതല്ല ഞാൻ. അത് നിങ്ങൾക്കും അറിയാലോ. എല്ലാം തനിക്ക് അറിയാമെന്ന് സമ്മതിക്കുന്നുണ്ട് മുത്തച്ഛനും. അങ്ങനെ അവരെല്ലാം സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് അഭിയും നവ്യയും കൂടി അങ്ങോട്ട് വരുന്നത്. അഭിയെ കാണുന്നതും തന്റെ മകനെ കണ്ട് വാത്സല്യം കൊണ്ട് വിടരുകയാണ് ദേവന്റെ മുഖം. മോനേന്നൊക്കെ വിളിച്ച് ദേവൻ അടുത്തോട്ട് ചെല്ലുമ്പോൾ അഭിക്ക് ദേഷ്യം വരുന്നുണ്ട്. മോനോ? ആരുടെ മോൻ എന്നും പറഞ്ഞ് അഭി ദേഷ്യത്തോടെ ബാക്കിലോട്ട് പോവുകയാണ്. അപ്പൊ ജലജ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട്. എടാ, ഇത് നിന്റെ അച്ഛനാണ്, പിന്നെ ആ പഴയ ദരിദ്രവാസി അച്ഛനല്ല, കോടീശ്വരനായിട്ടാണ് വന്നിട്ടുള്ളത്. നീ കുറച്ച് സ്നേഹമൊക്കെ അങ്ങോട്ട് വാരി വിതറടാ എന്നെല്ലാം ഇങ്ങനെ ജലജ അഭിയുടെ ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട്. അഭിയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് ആക്ടിങ് തുടങ്ങുകയാണ്. അച്ഛാന്ന് വിളിച്ച് കരഞ്ഞ് അഭിനയിക്കുകയാണ് കേട്ടോ. അച്ഛൻ ഇത്ര നാൾ എവിടെയായിരുന്നു അച്ഛാ? അച്ഛനെ കാണാൻ എനിക്ക് എന്തുമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നെന്നറിയോ? ഉടനെ ദേവനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, ഇത്രയും സ്നേഹമുള്ള മോൻ പിന്നെ എന്താ ഈ അച്ഛനെ കാണാൻ വരാതിരുന്നത്? നിന്റെ അമ്മ സമ്മതിച്ച് കാണില്ല അല്ലേ? പിന്നീട് നവ്യയെ കാണുന്നതും ദേവൻ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. നവ്യയ്ക്ക് നൽകാനായിട്ട് ഒരു നെക്ലേസ് ഒക്കെ വാങ്ങിക്കൊണ്ടാണ് ദേവൻ എത്തിയിരിക്കുന്നത്. അത് നവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട് സ്നേഹത്തോടെ. അത് കാണുന്നതും ജലജയ്ക്ക് അസൂയാവുകയാണ്. ഭാര്യയായി എനിക്കൊരു സമ്മാനമില്ല, 20 വർഷമായിട്ട് ഇയാൾ എന്നെ ഒരു നോക്ക് പോലും കണ്ടിട്ടില്ല, എന്നിട്ടിപ്പം മരുമകൾക്ക് സമ്മാനമായിട്ട് വന്നിരിക്കുന്നു എന്നിങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്. ശേഷം ദേവൻ ചോദിക്കുന്നുണ്ട് ജലജയുടെ അടുത്ത് വന്നിട്ട്,
എന്താ ജലജെ, നിനക്ക് സമ്മതമാണോ? ഞാനിവിടെ താമസിക്കുന്നതിൽ നിനക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ? ഇനി ഉണ്ടെങ്കിൽ നിനക്ക് എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് വരാം. നീ എന്താ പറയുന്നത്? ജലജ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ടും വരുന്നില്ല, എനിക്കിവിടെ തന്നെ താമസിക്കാൻ പറ്റുള്ളൂ എന്ന്. ദേവനാണെങ്കിലും പിന്നീട് അനന്തപുരിയിൽ താമസിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. സത്യത്തിൽ വന്നിരിക്കുന്നത് തന്നെ ജലജയെ ഒരു പാഠം പഠിപ്പിക്കാനാണല്ലോ. അതുകൊണ്ട് തന്നെ വന്ന പാടെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ തുടങ്ങുകയാണ് ജലജയെക്കൊണ്ടും അഭിയെക്കൊണ്ടും ഒക്കെ. അവസാനം നട്ടം തിരിഞ്ഞു പോകുന്നുണ്ട് ജലജയും അഭിയും. ജലജയെക്കൊണ്ട് കണക്കില്ലാതെ ജോലി എടുപ്പിക്കുകയും മാത്രമല്ല അഭിയെക്കൊണ്ട് നവ്യയ്ക്ക് വേണ്ടി നവ്യയും കൂട്ടി പുറത്തേക്ക് പോകാനും സ്നേഹിക്കാനും ഒക്കെ നിർബന്ധിച്ച് അഭിക്കൊട്ടും താല്പര്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ദേവൻ ചെയ്യാൻ പറയുന്നുണ്ട്. ജലജയ്ക്കോ അഭിക്കോ ആണെങ്കിലും മറുത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രയും കോടീശ്വരനാണ് ദേവൻ. അപ്പം ഇയാളെ സുഖിപ്പിച്ച് നിന്നാലേ തങ്ങൾക്കും എന്തെങ്കിലും നേട്ടം കിട്ടൂ. അതുകൊണ്ട് എല്ലാം അനുസരിച്ച് നിൽക്കാനേ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് തന്നെ ജലജ തൻ്റെ ആ ഒരു കള്ളത്തരങ്ങളും കുശുമ്പും കുന്നായ്മയും ഒക്കെ അവിടെ മാറ്റിവെക്കുകയാണ് തൽക്കാലത്തേക്ക്. അനാമികയാണെങ്കിലും ദേവൻ വന്നതിന് ശേഷം തൻ്റെ കഷ്ടകാലമാണല്ലോ ഇതെന്ന് ചിന്തിച്ചു പോവുകയാണ്. ഏതായാലും ഒരു ദിവസം വേണു അനന്തപുരിയിലേക്ക് എത്തുമ്പോൾ ദേവനും വേണുവും കൂടെ പരസ്പരം കണ്ടുമുട്ടുകയാണ് കേട്ടോ. സത്യത്തിൽ ഈ ദേവന്റെ കടക്കാരൻ തന്നെയായിരിക്കും വേണു. വേണുവിനെ കാണുന്നതും ദേവൻ ആലോചിക്കുന്നുണ്ട്, ഇയാളോ? ഇയാൾക്കെന്താ ഇവിടെ കാര്യം? വേണുവിനാണെങ്കിലും ഇത് ജലജയുടെ ഭർത്താവാണെന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ വേണു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറോ? എന്താ സാറേ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ അനാമിക വന്നിട്ട് വേണുവിനോട് പറയുന്നുണ്ട്, ഇത് അഭിയുടെ അച്ഛനാണെന്നുള്ള കാര്യം. ഇത് കേട്ട് ശരിക്കും ഞെട്ടുന്നുണ്ട് വേണു. കാരണം വേണുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും ദേവൻ അറിയാം. അതുകൊണ്ട് തന്നെ ദേവന്റെ മുമ്പിൽ ആകെ ചൂളിപ്പോവുകയാണ് വേണു. ഇയാളെങ്ങാനും എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ തന്റെ മോളുടെ ജീവിതം, ഈ വീട്ടിലുള്ള ജീവിതം ഇല്ലാതാവും. അതുകൊണ്ട് വേണു സ്വകാര്യമായിട്ട് ദേവനോട് അപേക്ഷിക്കുന്നുണ്ട്, തൽക്കാലം ഈ കാര്യങ്ങളൊന്നും ആരോടും പറയരുത്, എന്റെ മോളുടെ ജീവിതം തകർക്കരുത് എന്ന്. അപ്പൊ ദേവൻ പറയും, തൽക്കാലം ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ നീയും നിന്റെ മോളും ഒക്കെ ഇവിടെയും വല്ല ഉടായ്പോ എടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ പൊന്നുമോനെ വേണു, എനിക്ക് എല്ലാവരോടും പറയേണ്ടി വരും. നീ ജയിലിലും ആകും. പിന്നെ എനിക്ക് തരാനുള്ള കാശിന്റെ കണക്ക് നിനക്കറിയാലോ, അത് അപ്പോൾ തന്നെ നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കുകയും ചെയ്യും. ഇതെല്ലാം കേട്ട് വേണു ആകെ പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. ഇല്ല സാറേ, ഞാനൊന്നും ചെയ്യില്ല, ഞാനും എൻ്റെ മോളും മര്യാദയ്ക്ക് പോയിക്കോളാം. തുടർന്ന് ദേവൻ ചോദിക്കുന്നുണ്ട്, എന്നാലും നീ ഇതെങ്ങനെ ഒപ്പിച്ചു വേണു? നിന്റെ മോളെ നിനക്ക് ഇങ്ങോട്ട് കെട്ടിച്ചുവിടാൻ എങ്ങനെ പറ്റി? അപ്പോൾ വേണു പറയും, അതൊക്കെ വലിയ കഥയാണ് സാറേ. സാറിനെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് ഞാൻ പണം വാങ്ങിയപ്പോൾ അതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? അതിനു വേണ്ടി ഓരോ കുരുക്കിൽ പെട്ടതാണ്. അപ്പോൾ ദേവൻ ചോദിക്കും, കുരുക്കോ? ഇവിടുത്തെ അനി എത്ര പാവമാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ചെറുപ്പത്തിലൊക്കെ ഞാൻ അവനെ എടുത്തോണ്ട് നടന്നതാ. അവന്റെ നല്ല സ്വഭാവമാ. പക്ഷെ അവൻ നിന്നെപ്പോലെ ഒരുത്തന്റെ മരുമകനായതിൽ എനിക്ക് വിഷമമുണ്ട്. എന്തായാലും നിന്റെ കഥകളൊന്നും തൽക്കാലം ഞാൻ ആരോടും പറയുന്നില്ല. ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് നീ പണം പിഴിഞ്ഞ പോലെ ഇവിടുന്നും അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടില്ലെന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് ദേവൻ വേണുവിന്. ജലജയ്ക്കാണെങ്കിൽ ഒരു സ്വസ്ഥതയും കൊടുക്കുന്നില്ല ദേവൻ. നിന്ന് തിരിയാൻ സമയം കൊടുക്കാതെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിയുടെ കാര്യവും അങ്ങനെ തന്നെ. അഭിയെ കൊണ്ടും വട്ടം ചുറ്റിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഈ ദേവൻ അനന്തപുരിയിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ വേണുവും അനാമികയും ഒക്കെ എപ്പോൾ വന്നാലും ദേവന്റെ മുമ്പിൽ ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്നത് കാണുമ്പോൾ ജലജയ്ക്കോ അഭിക്കോ ഒക്കെ ചില സംശയങ്ങൾ തോന്നി തുടങ്ങുകയാണ്. ഇവരെന്തൊക്കെയോ കള്ളത്തരങ്ങൾ ഒളിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ദേവന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല ദേവൻ വന്നതിന് ശേഷം ഇത്രയും നാളും കച്ചറയെടുത്ത് നടന്ന അനാമിക സൽസ്വഭാവിയായിട്ട് മാറാനും ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ജലജ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ ജലജ അഭിയോട് പറയുന്നുണ്ട്, എടാ, നിന്റെ അച്ഛൻ തിരികെ വന്നത് നമ്മളെ രണ്ടുപേരെയും കഷ്ടപ്പെടുത്താനാണ്. പക്ഷെ എത്രയൊക്കെ കഷ്ടപ്പെടുത്തിയാലും നമ്മൾ അയാളുടെ കൂടെ നിൽക്കണോടാ മോനെ. കാരണം അങ്ങേരുടെ കയ്യിലെ പൂത്ത കാശുണ്ട്. എന്നാൽ അഭി പറയും, എന്നാലും അമ്മേ, എനിക്ക് അച്ഛൻ്റെ ഓരോ ചെയ്തികൾ കാണുമ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ല. നീ ക്ഷമിച്ചേ മതിയാവും മോനെ. ഇല്ലെങ്കിൽ അയാൾ ഇവിടുന്ന് വീണ്ടും ഇറങ്ങിപ്പോയാലേ അയാളുടെ സ്വത്തിൽ നിന്ന് നയാ പൈസ പോലും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. വെറുതെ കഷ്ടപ്പെട്ടത് മാത്രം മിച്ചം. ഇത് ശരിക്കും വീണ് കിട്ടിയ ഭാഗ്യമാണടാ. എന്തൊക്കെ പണിയെടുക്കേണ്ടി വന്നാലും, അയാളുടെ വേലക്കാരായി നിൽക്കേണ്ടി വന്നാലും അയാളുടെ സ്വത്തും പണവും നമുക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് ജലജ അഭിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് വിട്ടുകളയരുതെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉടനെ അഭി പറയുന്നുണ്ട്, എന്നാലും അമ്മേ, ആ അനാമികയ്ക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം രൂപ പലിശയ്ക്ക് വാങ്ങിയിട്ട് ആ വേണു ഇതുവരെ പലിശയോ മുതലോ തിരിച്ചടച്ചിട്ടില്ലെന്ന്. അപ്പൊ അവളുടെ അച്ഛൻ കോടീശ്വരനാണെന്നൊക്കെ പറയുന്നത് വെറുതെ കള്ളങ്ങളാണോ? ജലജയും പറയുന്നുണ്ട്, അതേടാ മോനെ, അത് തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് ഇതിൽ. പക്ഷെ അതെന്തായാലും നമുക്ക് കണ്ടുപിടിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അതല്ല പ്രധാനം. നിന്റെ അച്ഛനുണ്ടല്ലോ, നിന്റെ അച്ഛനെ നീ എങ്ങനെയെങ്കിലും പറഞ്ഞു വശത്താക്കി അയാളുടെ കൂടെ കൂടാൻ നോക്കണം. അതൊക്കെ ഞാൻ ഏറ്റുമെന്ന് പറയുന്നുണ്ട് അഭിയും. എന്നാൽ ഈ സമയത്ത് അനാമികയും വേണുവും അങ്ങോട്ട് വരുന്നുണ്ട്. അവിടെ അഭിയുടെ അച്ഛനെ കണ്ടതും
വേണു ഒന്ന് ഷോക്കാവുന്നുണ്ട്. പിന്തിരിഞ്ഞ് പോകാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ വേണു എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ദേവൻ. നീ കുറെ കാലമായല്ലോ എന്റെ കൺമുമ്പിൽ നിന്ന് മുങ്ങി നടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും നീ ഇവിടേക്ക് പണമായിട്ട് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ വേണു പറയും, പണമായിട്ടോ? ഇതേ എന്റെ മോളെ കെട്ടിച്ചയച്ച വീടാണ് എന്നിങ്ങനെ അഹങ്കാരത്തോടെ പറയുന്നതും, എന്നാലേ ഇവിടുത്തെ ജലജയുടെ ഭർത്താവാണ് ഞാൻ. അങ്ങനെ ദേവൻ തിരിച്ചു പറയുന്നുണ്ട്, അതിനെന്താ, നമ്മൾ തമ്മിലിപ്പോൾ ബന്ധുക്കളായല്ലോ എന്നിങ്ങനെ വേണു ചിരിച്ചുകൊണ്ട് പറയുമ്പോഴും, ബന്ധുത്വമൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് തരാനുള്ള മുതലും പലിശ എവിടെ? ഒരുപാട് നാളായല്ലോ അതുമായിട്ട് മുങ്ങി നടക്കുന്നത്. നിന്നെ എനിക്ക് കയ്യിൽ കിട്ടാഞ്ഞിട്ടല്ല, വേണ്ടാന്ന് വെക്കുമ്പോൾ നീ അങ്ങ് തലയിൽ കയറി നിരങ്ങുന്നു. എവിടെ എന്റെ കാശെന്നും പറഞ്ഞ് ദേവൻ വേണുവിന് വരട്ടുമ്പോൾ വേണു പറയുന്നുണ്ട്, അയ്യോ നാറ്റിക്കരുത്, ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. എന്നാൽ ദേവന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവൻ ഇതിനോടകം തന്നെ വേണുവിനെയും അനാമികയെയും പറ്റിയൊക്കെയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വേണുവിന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ച, നീ എന്ത് വിചാരിച്ചടാ, നീയും നിന്റെ മോളും ഒപ്പിക്കുന്ന ചതികളൊന്നും ആരും അറിയുന്നില്ലെന്നോ? എടാ സത്യം പറ, നിന്റെ മോളുടെ 2ാം വിവാഹമല്ലേ ഇത്? ആദ്യത്തെ വിവാഹം കഴിഞ്ഞിട്ട് എന്നിട്ട് അവിടുന്ന് കാശടിച്ചു മാറ്റി മുങ്ങി, ഇപ്പോൾ വീണ്ടും 2ാം വിവാഹം കഴിച്ചിരിക്കുന്നു. എന്തിനാടാ ഈ ചതി എന്ന് ചോദിച്ച് വേണുവിന്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുന്നുണ്ട് കേട്ടോ ദേവൻ. അയ്യോ സാറേ, വെറുതെ വിടണം, എന്റെ മോളോട് മാപ്പാകണം. ഇപ്പൊ പഴയ സ്വഭാവം ഒന്നുമില്ല അവൾക്ക്. മാത്രമല്ല എന്റെ മോള് അനിയെ പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. അങ്ങനെയും പറഞ്ഞ് വേണു കൈകൂപ്പുന്നുണ്ട് ദേവന്റെ മുമ്പിൽ. എന്നാൽ ദേവൻ പറയുന്നുണ്ട്, ഇതെല്ലാം ഞാൻ ഒരിക്കലും വെളിച്ചത്ത് കൊണ്ടുവരുമെന്ന്. അങ്ങനെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ നവ്യ കേൾക്കാനിടയാവുന്നുണ്ട്. അങ്ങനെ അനാമികയുടെ സ്വഭാവവും അവളുടെ വീട്ടുകാരുടെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ നവ്യ തിരിച്ചറിയുകയാണ്. പക്ഷെ വേഗം തന്നെ അനാമികയുടെ അടുത്ത് ചെന്നിട്ട്, എടി പേരും കള്ളി, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞടി. നിന്റെ അച്ഛൻ്റെ കോടിക്കണക്കിന് സ്വത്തിന്റെ കഥയൊക്കെ ഞാനിപ്പോൾ അറിഞ്ഞു. എല്ലാവരുടെയും നിന്നും കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ച് നടക്കുന്ന ഒരു ഫ്രോഡല്ലേടി നിന്റെ അച്ഛൻ. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. നിനക്ക് നിന്റെ അനിയുടെ ഭാര്യയായിട്ട് കഴിയാം. ഇല്ലെങ്കിലേ അനന്തപുരിയിൽ നിന്ന് നീ എപ്പോഴാ പുറത്താവുകയെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും നവ്യയുടെ ഈ വാക്കുകളെല്ലാം കേട്ട് ചൂളി നിൽക്കുകയാണ് അനാമിക. അങ്ങനെ അനാമികയുടെ കള്ളങ്ങൾ അങ്ങനെ ഓരോന്നായിട്ട് പുറത്തേക്ക് വരികയാണ്. ദേവയാനിയും ഏറെക്കുറെ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ ജലജയുടെ ഭർത്താവ് കൂടി വന്നതിന് ശേഷം സകല സത്യങ്ങളും വെളിച്ചത്താവാൻ പോവുകയാണ്. നയനയും ദേവയാനിയും ദേവനും ഒക്കെ കൂടി ചേർന്ന് അനാമികയും അതുപോലെ ജലജയും അഭിയും ഒക്കെ പൊളിച്ചടക്കുന്ന നല്ല കിടിലൻ രംഗങ്ങളാണ് ഇനി വരാനിരിക്കുന്നത്. ആ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്